നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ഇടവപ്പാതി അതിന്റെ സർവ്വ രൗദ്രഭാവങ്ങളോടെയും ആഞ്ഞടിക്കുന്ന ഒരു ഭയാനകമായ രാത്രിയായിരുന്നു അത്. ആകാശത്തിന്റെ മാറിലുടനീളം മിന്നൽ പിണരുകൾ അഗ്നിസർപ്പങ്ങളെ പോലെ പാഞ്ഞു നടന്നു. യാതൊരു ഇടവേളകളുമില്ലാതെ മുഴങ്ങിയ ഇടിനാദം ഭൂമിയെ അടിമുടി നടുക്കി. പുറത്ത് അതിശൈത്യമുള്ള കാറ്റും പേമാരിയും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന സംഹാര താണ്ഡവം. എന്നാൽ ആ നഗരത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള പ്രതാപത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ആ വലിയ ആഡംബര മന്ദിരത്തിനുള്ളിൽ പ്രകൃതിയുടെ ഈ രൗദ്രതയേക്കാൾ ഭയാനകമായ മറ്റൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. പണത്തിന്റെയും അധികാരത്തിന്റെയും അടങ്ങാത്ത ഹുങ്കിൽ കെട്ടിപ്പൊക്കിയ ആ വസതിയുടെ സ്വീകരണ മുറിയിൽ മൃദുവായ വെൽവെറ്റ് സോഫയിൽ അത്യന്തം ഗർവോടെ ചാരി കിടക്കുകയായിരുന്നു വിശാലാക്ഷി. അവരുടെ മുഖത്ത് വാർദ്ധക്യത്തിന്റെ ചുളിവുകളെക്കാൾ തെളിഞ്ഞു നിന്നിരുന്നത് അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും വരകളായിരുന്നു. അവരുടെ ക്രൂരമായ കണ്ണുകൾ മുന്നിൽ ഒരു കൊടും കുറ്റവാളിയെ പോലെ ഭയന്ന് തലകുനിച്ചു നിൽക്കുന്ന ആ സാധു പെൺകുട്ടിക്ക് നേരെ തീക്ഷ്ണമായി തറച്ചു നിന്നു. അവളുടെ പേര് ഭദ്ര. അവൾ തികച്ചും സൗമ്യയും ശാന്തയുമായവളാണ്. എന്നാൽ ആ നിമിഷം അവൾ ഒരു വാടിയ പൂവ് പോലെ വിറച്ചു നിൽക്കുകയായിരുന്നു. അവൾ പൂർണ്ണ ഗർഭിണിയാണ്. അവളുടെ ഉദരത്തിൽ 7 മാസം പ്രായമുള്ള ഒരു പുതിയ ജീവൻ തുടിക്കുന്നുണ്ട്. നീരുവന്നു വീർത്ത കാലുകൾ കടുത്ത വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ ഏറെ നേരം നിൽക്കാനാവാതെ അവൾ ഇടയ്ക്കിടെ തണുത്ത ഭിത്തിയിൽ ചാരി നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ വിശാലാക്ഷിയുടെ വായിൽ നിന്ന് ഉതിർന്നു കൊണ്ടിരുന്ന മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പോലെയുള്ള വാക്കുകൾ അവളുടെ ഹൃദയത്തെ നിഷ്കരുണം കീറി മുറിച്ചുകൊണ്ടിരുന്നു. നിന്റെ തന്ത വിവാഹ സമയത്ത് വാഗ്ദാനം ചെയ്ത ആ വലിയ എസ്റ്റേറ്റ് എവിടെ പോയി? ഉന്നത പദവിയിലുള്ള ഒരു കാക്കി ഉദ്യോഗസ്ഥന് മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായ അന്തസ്സും ആഭിജാത്യവും കാണിക്കണം. അല്ലാതെ വെറും കൈയും വീശി ഇങ്ങോട്ട് വരാനല്ല നിന്നോട് ഞാൻ പറഞ്ഞത്. പാലക്കാടുള്ള ആ തരിശുഭൂമിയെങ്കിലും ഞങ്ങളുടെ പേരിൽ എഴുതിത്തരാൻ നിന്റെ തന്തയ്ക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? വിശാലാക്ഷിയുടെ വാക്കുകൾ കാളകൂട വിഷം പോലെ ഭദ്രയുടെ കാതുകളിൽ പതിച്ചു. ഭദ്രയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. വിളറിയ കവിളുകളെ നനച്ചു വിറയ്ക്കുന്ന ചുണ്ടുകളോടെ നേരിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു തുടങ്ങി. അമ്മേ, എന്റെ അച്ഛൻ ഒരു സാധാരണക്കാരനാണ്. ആ എസ്റ്റേറ്റ് വിറ്റിട്ട് വേണം എന്റെ അനിയത്തിയുടെ പഠനവും അവളുടെ ഭാവിയും സുരക്ഷിതമാക്കാൻ. കുറച്ചു സമയം കൂടി തന്നാൽ അച്ഛൻ എന്തെങ്കിലും വഴിയുണ്ടാക്കും. ദയവായി എന്നോട് ഇങ്ങനെ പറയരുത്. അവൾ സ്വന്തം ഉദരത്തിൽ 2 കൈകളും ചേർത്തു വെച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയെങ്കിലും ഓർത്ത് തന്നോട് കരുണ കാണിക്കാൻ ദയനീയമായി അപേക്ഷിച്ചു. പെട്ടെന്നാണ് അധികാരത്തിന്റെ സർവ്വഗാംഭീര്യവും പേറിക്കൊണ്ട് കാക്കി യൂണിഫോമിന്റെ അഹങ്കാരവുമായി ഭദ്രയുടെ ഭർത്താവ് പ്രതാപൻ അവിടേക്ക് കടന്നു വന്നത്. സമൂഹത്തിന് കാവലാളാകേണ്ട, ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. എന്നാൽ അയാളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെയോ കാരുണ്യത്തിന്റെയോ ഒരു ചെറിയ കണിക പോലും അവശേഷിച്ചിരുന്നില്ല. അധികാരത്തിന്റെ അന്ധതയും പണത്തോടുള്ള അടങ്ങാത്ത ആർത്തിയും മാത്രമായിരുന്നു അയാളുടെ സിരകളിൽ രക്തത്തിന് പകരം ഓടിക്കൊണ്ടിരുന്നത്. യൂണിഫോമിന്റെ ബെൽറ്റ് ഊരിമാറ്റിക്കൊണ്ട് അയാൾ ഭദ്രയുടെ അടുത്തേക്ക് നടന്നു. അയാളുടെ കണ്ണുകൾ കോപം കൊണ്ടും പക കൊണ്ടും ചുവന്നു തുടുത്തിരുന്നു. നിന്റെ അച്ഛന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കേൾക്കാനല്ല ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പ്രതാപൻ വന്യമായി അലറി. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ലക്ഷങ്ങളും കോടികളുമാണ് സ്ത്രീധനമായി വാങ്ങിയത്. നിന്നെ പോലൊരുവളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് എന്റെ സമൂഹത്തിലുള്ള വിലയാണ് ഇല്ലാതായത്. ആ എസ്റ്റേറ്റ് എന്റെ പേരിലേക്ക് എഴുതി തരാൻ നിന്റെ അച്ഛന് സൗകര്യമില്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല. ഭദ്ര ഭയന്ന് വിറച്ചുപോയി. അവൾ പ്രതാപന്റെ കൈകളിൽ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു. ഏട്ടാ, ഞാൻ 7 മാസം ഗർഭിണിയാണ്. നമ്മുടെ കുഞ്ഞല്ലേ എന്റെ ഈ വയറ്റിൽ വളരുന്നത്. ഈ പാതിരാത്രിയിൽ ഈ ഭയാനകമായ പെരുമഴയത്ത് എന്നെ ഇറക്കി വിടരുത്. ഞാൻ എവിടേക്ക് പോകും? ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ കാല് പിടിക്കാം. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽക്കലേക്ക് വീഴാൻ ശ്രമിച്ചു. എന്നാൽ പ്രതാപന്റെ കരിങ്കല്ല് പോലുള്ള ഹൃദയത്തിൽ ഒരു തരിമ്പ് പോലും അലിവ് തോന്നിയില്ല. അയാളുടെ അമ്മ വിശാലാക്ഷിയാകട്ടെ ഒരു പൈശാചികമായ ചിരിയോടെ ഈ കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു. സ്വന്തം രക്തത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ചുമക്കുന്നവളാണെന്ന പരിഗണനയോ മാതൃത്വത്തോടുള്ള ആദരവോ അയാൾക്കില്ലായിരുന്നു. പെട്ടെന്ന് പ്രതാപൻ ഭദ്രയുടെ മുടിയിലും കൈയിലും ബലമായി പിടിച്ചു വലിച്ചു. ഗർഭിണിയായ ആ പാവം പെൺകുട്ടി കടുത്ത വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചു പോയി. എന്നെ ഉപദ്രവിക്കല്ലേ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും. അവൾ നെഞ്ചു പൊട്ടി കരഞ്ഞു പറഞ്ഞിട്ടും അയാളുടെ കാതുകൾ അതൊന്നും കേട്ടില്ല. ഒരു തെരുവുനായയോട് കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായി അയാൾ അവളെ മുൻവശത്തെ വാതിക്കലേക്ക് വലിച്ചിഴച്ചു. അതിനിടയിൽ വിശാലാക്ഷി ഭദ്രയുടെ പഴയ കുറച്ച് തുണികൾ വാരി വലിച്ചൊരു ചെറിയ പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കി അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. പ്രതാപൻ ആ വലിയ ഇരുമ്പ് വാതിൽ തുറന്നു. പുറത്ത് അപ്പോഴും മഴ തിമിർത്തു പെയ്യുകയായിരുന്നു. അസ്ഥി തുളയ്ക്കുന്ന തണുത്ത കാറ്റ് വീശിയടിച്ചു. ഇറങ്ങിപ്പോടി,
എന്റെ വീട്ടിൽ നിന്ന്. ഇനി നിന്റെ നിഴൽ പോലും ഈ പടി കടന്നു വരരുത് എന്ന് ആക്രോശിച്ചുകൊണ്ട് പ്രതാപൻ അവളെ ആ കൂരിരുട്ടിലേക്കും കോരിച്ചൊരിയുന്ന പെരുമഴയിലേക്കും നിർഭയം തള്ളിയിട്ടു. ഭദ്ര മുറ്റത്തെ ചെളിയിലേക്ക് വീഴാൻ പോയെങ്കിലും തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് യാതൊരു പോറലും ഏൽക്കാതിരിക്കാൻ അവൾ വളരെ കഷ്ടപ്പെട്ട് ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തി. അവൾക്ക് പിന്നിലായി ആ വലിയ വീടിന്റെ വാതിൽ ഭയാനകമായ ശബ്ദത്തോടെ കൊട്ടിയടക്കപ്പെട്ടു. പ്രതാപൻ മുറ്റത്തു കൂടെ നടന്നു വന്ന് മുൻവശത്തെ വലിയ ഇരുമ്പ് ഗേറ്റ് തുറന്ന് അവളെ റോഡിലേക്ക് വീണ്ടും തള്ളി. ഏട്ടാ, തുറക്കൂ ഏട്ടാ, ഞാൻ മരിച്ചു പോകും. ഭദ്ര ഇരുമ്പഴികളിൽ പിടിച്ചു പൊട്ടിക്കരഞ്ഞു. എന്നാൽ അയാൾ ഗേറ്റ് വലിയ ശബ്ദത്തോടെ പൂട്ടിയ ശേഷം തിരിഞ്ഞു പോലും നോക്കാതെ അകത്തേക്ക് നടന്നു മറഞ്ഞു. ആകാശത്തു നിന്നും പെയ്തിറങ്ങിയ തണുത്ത മഴത്തുള്ളികൾ അവളുടെ ചുടു കണ്ണുനീരിനൊപ്പം കലർന്നൊഴുകി. തണുത്ത കാറ്റിൽ അവൾ ഒരു ഇല പോലെ വിറയ്ക്കുകയായിരുന്നു. തെരുവ് വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ കയ്യിലൊരു ചെറിയ പ്ലാസ്റ്റിക് സഞ്ചി മാത്രമായി അവൾ ആ വലിയ റോഡിൽ തികച്ചും ഒറ്റപ്പെട്ടു നിന്നു. ശരീരത്തെക്കാളുപരി അവളുടെ മനസ്സായിരുന്നു അവിടെ തണുത്തുറഞ്ഞു പോയത്. ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവ്, താങ്ങാകേണ്ട മനുഷ്യൻ, ജനിക്കാൻ പോകുന്ന സ്വന്തം കുഞ്ഞിനെ പോലും ഓർക്കാതെ പണത്തിനു വേണ്ടി തന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന നഗ്നമായ സത്യം ഉൾക്കൊള്ളാൻ അവളുടെ ഹൃദയത്തിന് കഴിഞ്ഞില്ല. വിജനമായ ആ തെരുവിലൂടെ കാലുകൾ പതറാതെ അവൾ നടക്കാൻ തുടങ്ങി. തണുത്തുറഞ്ഞ കാറ്റ് അവളുടെ വസ്ത്രങ്ങളെ ഭേദിച്ച് ശരീരത്തെ തുളച്ചു കയറുന്നുണ്ടായിരുന്നു. ഓരോ ചുവട് വെക്കുമ്പോഴും അവളുടെ കാലുകൾ വേദന കൊണ്ട് വിറച്ചു. താൻ സ്നേഹിച്ചിരുന്നില്ലെങ്കിലും തന്റെ വയറ്റിൽ വളരുന്ന സ്വന്തം ചോരയോട് ആ മനുഷ്യന് എങ്ങനെ ഇത്ര വലിയ ക്രൂരത കാണിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം അവളുടെ നെഞ്ചിൽ വലിയൊരു കനലായി എരിഞ്ഞു. വലതു കൈയിലുള്ള ആ ചെറിയ പ്ലാസ്റ്റിക് സഞ്ചിയിൽ മുറുകെ പിടിച്ച് ഇടത് കൈകൊണ്ട് തന്റെ ഉദരത്തെ താങ്ങി പിടിച്ച് അവൾ മുന്നോട്ട് നടന്നു. ഭയം അവളെ വരിഞ്ഞു മുറുക്കി. എങ്കിലും പെട്ടെന്ന് അവളുടെ ഉദരത്തിൽ കുഞ്ഞൊന്ന് അനങ്ങിയതുപോലെ അവൾക്ക് തോന്നി. ആ ചെറിയ ജീവന്റെ അനക്കം അവൾക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. തന്റെ ഉള്ളിൽ തുടിക്കുന്ന പുതിയ ജീവന് വേണ്ടി താൻ ജീവിച്ചേ തീരൂ എന്ന് അവൾ ഉറപ്പിച്ചു. വഴിവിളക്കുകളുടെ മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ കണ്ണുനീരും മഴവെള്ളവും ഒരുപോലെ ഒലിച്ചിറങ്ങുന്ന മുഖവുമായി അവൾ നഗരത്തിലെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. രാത്രിയുടെ ഭയാനകമായ നിശബ്ദതയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു ഇരുണ്ട മൂലയിലുള്ള ഒഴിഞ്ഞ ബെഞ്ചിൽ ഭദ്ര ചെന്നിരുന്നു. അവൾക്ക് മറ്റാരുടെയും സഹതാപം ആവശ്യമില്ലായിരുന്നു. അവൾക്ക് വേണ്ടിയിരുന്നത് അല്പം സമാധാനവും സുരക്ഷിതത്വവും മാത്രമായിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ദീർഘദൂര ബസ് അവിടേക്ക് വന്നു കയറി. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ആ ബസ്സിലേക്ക് കയറി ജനാലക്കരികിലെ ഒരു സീറ്റിൽ പോയിരുന്നു. ബസ് മുന്നോട്ട് കുതിച്ചപ്പോൾ തന്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് അവൾക്ക് വ്യക്തമായി അറിയില്ലായിരുന്നെങ്കിലും തന്നെ കാത്തിരിക്കുന്ന വലിയൊരു പോരാട്ടത്തിനായി പ്രകൃതി അവളെ സജ്ജമാക്കുകയായിരുന്നുവെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞില്ല. ആ രാത്രിയുടെ അന്ധകാരത്തിൽ നിന്നും ഒരു പുതിയ സൂര്യോദയത്തിലേക്കുള്ള അവളുടെ ആദ്യ ചുവടുവയ്പായിരുന്നു അത്. രാത്രിയുടെ ഘോരാന്ധകാരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ദീർഘദൂര ബസ് മുന്നോട്ട് കുതിക്കുമ്പോൾ ഭദ്രയുടെ മനസ്സിൽ ഭൂതകാലത്തിന്റെ നീറുന്ന ഓർമ്മകൾ ഒരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു. ജനാലച്ചില്ലുകളിൽ വന്നിടിക്കുന്ന മഴത്തുള്ളികൾക്കൊപ്പം അവളുടെ മിഴികളിൽ നിന്നും അശ്രുബിന്ദുക്കൾ നിർബാധം ഒഴുകിക്കൊണ്ടിരുന്നു. ചുറ്റും കൂരിരുട്ടാണ്. ബസ്സിലെ മറ്റ് യാത്രികരെല്ലാം സുഖനിദ്രയിലാണ്ടിരിക്കുമ്പോൾ അവൾ മാത്രം തന്റെ ഉദരത്തിൽ ഇരു കൈകളും ചേർത്ത് വെച്ച് വരാനിരിക്കുന്ന അനിശ്ചിതമായ ഭാവിയെക്കുറിച്ചോർത്ത് വിറങ്ങലിച്ചിരുന്നു. ടിക്കറ്റ് എടുക്കാൻ വന്ന കണ്ടക്ടർ നനഞ്ഞൊലിച്ച് വിളറിയ മുഖത്തോടെ ഇരിക്കുന്ന ആ ഗർഭിണിയെ തികഞ്ഞ സഹതാപത്തോടെ നോക്കി. എന്നാൽ ഭദ്രയ്ക്ക് അപ്പോൾ ആരുടെയും സഹതാപമോ ഔദാര്യമോ ആവശ്യമുണ്ടായിരുന്നില്ല. അവൾക്ക് വേണ്ടത് സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമായിരുന്നു. നഗരത്തിന്റെ യാന്ത്രികതയിൽ നിന്നും ക്രൂരതയിൽ നിന്നും ബഹുദൂരം അകലെ കുട്ടനാടിന്റെ ഹൃദയഭാഗത്ത് തനിക്കൊരു ആശ്രയമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ പഴയ ഹൈസ്കൂൾ അധ്യാപികയായ സാവിത്രി ടീച്ചർ. അനാഥയായ ഭദ്രയ്ക്ക് സ്വന്തം അമ്മയെ പോലെയായിരുന്നു സാവിത്രി ടീച്ചർ. ആ ഒരൊറ്റ പ്രതീക്ഷയുടെ വെളിച്ചത്തിലായിരുന്നു അവളുടെ യാത്ര. കിഴക്കൻ ചക്രവാളത്തിൽ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ വിടർന്നു തുടങ്ങിയപ്പോൾ ബസ് ആലപ്പുഴ നഗരത്തിൽ എത്തിച്ചേർന്നു. നഗരത്തിലെ മഴയുടെ രൗദ്രഭാവം മാറി പ്രകൃതി ശാന്തമായി തുടങ്ങിയിരുന്നു. അവിടെ നിന്നും ഒരു ചെറിയ വള്ളത്തിൽ അവൾ കുട്ടനാട്ടിലേക്ക് തിരിച്ചു. എങ്ങും പരന്നു കിടക്കുന്ന ജലാശയങ്ങളും പച്ചപ്പണിഞ്ഞ പാടശേഖരങ്ങളും പ്രതാപന്റെ വലിയ കോൺക്രീറ്റ് മന്ദിരത്തിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കുട്ടനാട്ടിലെ ആ പ്രഭാതം അത്യന്തം ശാന്തവും കുളിർമയേകുന്നതുമായിരുന്നു. ചെളി നിറഞ്ഞ വരമ്പിലൂടെ കാൽ വഴുതാതെ അതിസൂക്ഷ്മമായി അവൾ നടന്നു. ദൂരെ ഓടുമേഞ്ഞ ആ പഴയ വീട് കണ്ടപ്പോൾ ഭദ്രയുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം നിറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ വീടിന്റെ വാതിലിൽ മുട്ടി. അല്പനേരത്തിനു ശേഷം വാതിൽ തുറന്ന സാവിത്രി ടീച്ചർ കണ്ടത് നനഞ്ഞൊലിച്ച് മുടിയെല്ലാം പാറിപ്പറന്ന് ഒരു വസന്തകാലത്തിന്റെ ഓർമ്മ പോലും ഇല്ലാത്ത വിധം പാടിക്കരിഞ്ഞ തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയെയാണ്. ഭദ്ര! ടീച്ചറുടെ ശബ്ദം ഇടറി. ആ ഒരൊറ്റ വിളിയിൽ ഭദ്രയുടെ അതുവരെ ഉണ്ടായിരുന്ന സർവ്വ നിയന്ത്രണങ്ങളും അണപൊട്ടി.
അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വാത്സല്യനിധിയായ അധ്യാപികയുടെ നെഞ്ചിലേക്ക് വീണു. ടീച്ചറെ, എനിക്കിപ്പോൾ ആരുമില്ല. അയാൾ എന്നെ ഇറക്കി വിട്ടു. എന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ പോലും അയാൾക്ക് വേണ്ട. ഭദ്ര നെഞ്ചുപൊട്ടി വിതുമ്പി. യാതൊന്നും ചോദിക്കാതെ സാവിത്രി ടീച്ചർ അവളെ ഇറുകെ പുണർന്നു. ഒരു അമ്മയുടെ കരുതലോടുകൂടി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നനഞ്ഞ വസ്ത്രങ്ങൾ മാറി ഉണങ്ങിയവ നൽകി. അടുക്കളയിൽ നിന്നും ചൂടുള്ള കഞ്ഞിയും ചുട്ട പപ്പടവും എടുത്ത് ടീച്ചർ അവളുടെ മുന്നിൽ വെച്ചു. ഇന്നലെ രാത്രി മുതൽ യാതൊന്നും കഴിക്കാതെ വിശന്നു തളർന്ന അവൾ ആ കഞ്ഞി കുടിക്കുമ്പോൾ അവളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നത് വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ അമൃതായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും അവർ ഭദ്രയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഭദ്ര, നീ ഇനി കരയരുത്. നീ തളർന്നാൽ നിന്റെ ഉദരത്തിൽ തുടിക്കുന്ന ആ ജീവൻ എന്തു ചെയ്യും? നിന്നെ വേണ്ടാത്ത ഒരു മനുഷ്യന് വേണ്ടി ഇനി നീ ഒരു തുള്ളി കണ്ണുനീർ പോലും ഒഴുക്കരുത്. ഇതൊരു അവസാനമല്ല, നിന്റെ ഏറ്റവും വലിയ തുടക്കമാണ്. ആ വാക്കുകൾ ഭദ്രയുടെ സിരകളിൽ അഗ്നിയായി പടർന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് നടന്നു. പുറത്ത് വിശാലമായ വേമ്പനാട്ടുകായൽ അലകളില്ലാതെ ശാന്തമായി കിടക്കുന്നു. പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ആ ജലപ്പരപ്പിൽ തട്ടി സ്വർണവർണ്ണത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലെ പഴയ ഭയവും നിസ്സഹായതയും അപ്രത്യക്ഷമായി. അവിടെ പ്രതികാരത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പുതിയൊരു അഗ്നിനാളത്തിന് തിരികൊളുത്തപ്പെട്ടിരിക്കുന്നു. തന്നെയും തന്റെ കുഞ്ഞിനെയും ചവറുകൂനയിലേക്ക് വലിച്ചെറിഞ്ഞ ആ അധികാരവർഗത്തിന് മുന്നിൽ താൻ ആരാണെന്ന് തെളിയിക്കുമെന്ന് അവൾ ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു. മാസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി. ഭദ്രയുടെ ഉദരത്തിലെ കുഞ്ഞ് വളരുന്നതിനൊപ്പം അവളുടെ മനസ്സിലെ വാശിയും വളരുകയായിരുന്നു. ആലപ്പുഴയിലെ ഒരു സർക്കാർ ആശുപത്രിയുടെ തണുത്ത പ്രസവ മുറിയിൽ കഠിനമായ വേദനകൾക്കിടയിലും പ്രതീക്ഷയുടെ പുഞ്ചിരിയോടെ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ ശിശുവിന്റെ ആദ്യത്തെ കരച്ചിൽ കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ അടർന്നു വീണു. സാധാരണയായി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അച്ഛന്റെയും ബന്ധുക്കളുടെയും ആഹ്ലാദാരവങ്ങൾ അവിടെ നിറയേണ്ടതാണ്. എന്നാൽ ഇവിടെ തന്റെ കുഞ്ഞിനെ നെറുകയിൽ ചുംബിക്കാൻ ഭർത്താവില്ല. അവൾക്കൊരു ആശ്വാസമായി സാവിത്രി ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആ കുഞ്ഞിന് ആദിത്യൻ എന്ന് പേരിട്ടു. ആദിത്യന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി അവൾ പ്രതിജ്ഞയെടുത്തു. നിനക്ക് അച്ഛനില്ലെന്ന കുറവ് ഈ അമ്മ അറിയിക്കില്ല. ഈ ലോകത്ത് നീ തലയുയർത്തി തന്നെ ജീവിക്കും. അതിനായി നിന്റെ അമ്മ ഏത് അഗ്നി പരീക്ഷയും നേരിടും. ആശുപത്രിയിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഭദ്ര തന്റെ പോരാട്ടം ആരംഭിച്ചു. സാവിത്രി ടീച്ചർക്ക് താനൊരു ഭാരമാകാൻ പാടില്ലെന്ന തികഞ്ഞ നിർബന്ധം അവൾക്കുണ്ടായിരുന്നു. ആദിത്യന്റെ ശോഭനമായ ഭാവിക്ക് പണം കണ്ടെത്തണം. അതിനായി അവൾ വാടകയ്ക്ക് ഒരു പഴയ തയ്യൽ മെഷീൻ കൊണ്ടുവന്നു. പകൽ സമയങ്ങളിൽ കുഞ്ഞുറങ്ങുമ്പോൾ അവൾ അയൽവാസികളുടെ വസ്ത്രങ്ങൾ തുന്നി. സൂചിമുന വിരലുകളിൽ തറച്ചു കയറുമ്പോഴും നടുവൊടിയുന്ന വേദന വരുമ്പോഴും അവൾ പരാതിപ്പെട്ടില്ല. കൂടുതൽ വരുമാനത്തിനായി അവൾ അടുത്തുള്ള ഒരു കയർ സഹകരണ സംഘത്തിൽ പണിക്കും പോയി തുടങ്ങി. ഒരു കാലത്ത് എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ വിശ്രമിച്ചിരുന്ന വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ആ കൈപ്പത്തികളിൽ ഇപ്പോൾ പരുക്കൻ കയർനാരുകളിൽ ഉരഞ്ഞ് കുമിളകൾ വന്നു. അവ പൊട്ടി രക്തം വാർന്നു. എങ്കിലും ആ വേദന അവൾക്കൊരു അഭിമാനമായിരുന്നു. കാരണം അത് ആരുടെയും ഔദാര്യമല്ല, അവളുടെ വിയർപ്പിന്റെ വിശുദ്ധിയായിരുന്നു. കഠിനാധ്വാനത്തിലൂടെ കിട്ടുന്ന ചെറിയ തുകയിൽ നിന്നൊരു പങ്ക് അവൾ മാറ്റിവെച്ചു. അതൊരു വെറും സമ്പാദ്യമായിരുന്നില്ല, മറിച്ച് അവളുടെ പ്രതികാരത്തിലേക്കും സ്വപ്നത്തിലേക്കുമുള്ള ആയുധമായിരുന്നു. പ്രതാപൻ എന്ന പോലീസുകാരൻ കാക്കി യൂണിഫോമിന്റെയും പണത്തിന്റെയും ഗർവിൽ തന്നെയാണല്ലോ തന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്. ആ അഹങ്കാരത്തിന്റെ ആണിക്കല്ലിളക്കണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു പദവി തനിക്ക് നേടിയെടുത്തേ തീരൂ. രാജ്യത്തെ ഏറ്റവും വലിയ ഭരണപരമായ അധികാരം, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായിരുന്നു അവളുടെ ലക്ഷ്യം. തന്നെ ചവിട്ടിപ്പുറത്താക്കിയ ആ ഉദ്യോഗസ്ഥൻ ഒരു നാൾ തനിക്ക് മുന്നിൽ ഭയന്നു വിറച്ചു നിൽക്കുന്നത് അവൾ ദിവാസ്വപ്നം കണ്ടു. പിന്നീടുള്ള ഭദ്രയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ഒരു തപസ്സായിരുന്നു. പകൽ മുഴുവൻ കഠിനമായ ജോലിയും കുഞ്ഞിന്റെ പരിചരണവും, രാത്രിയാകുമ്പോൾ ലോകം മുഴുവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഭദ്രയുടെ യഥാർത്ഥ പോരാട്ടം ആരംഭിക്കും. കുട്ടനാട്ടിലെ കൊതുകുകൾ ആർത്തുലച്ചു വരുന്ന രാത്രികളിൽ ഒരു പഴയ കൊതുകുവലയ്ക്കുള്ളിൽ അവൾ ആദിത്യനെ സുരക്ഷിതമായി കിടത്തും. ഒരു മങ്ങിയ ബൾബിന്റെ പ്രകാശത്തിൽ പഴയ പുസ്തക കടകളിൽ നിന്നും വിലപേശി വാങ്ങിയ UPSC പുസ്തകങ്ങൾ അവൾ തുറന്നു വെക്കും. ഒരു കാലുകൊണ്ട് ആദിത്യന്റെ തൊട്ടിൽ പതുക്കെ ആട്ടിക്കൊണ്ട് മറുകൈകൊണ്ട് പുസ്തകങ്ങളിലെ ഓരോ വരികളും അവൾ ഹൃദിസ്ഥമാക്കി. നഗരങ്ങളിലെ വലിയ കോച്ചിങ് സെന്ററുകളിൽ ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്നവരോട് മത്സരിക്കാൻ അവൾക്ക് കൈമുതലായി സ്വന്തം ഇച്ഛാശക്തിയും പ്രതികാരദാഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുലർച്ചെയാകുമ്പോഴേക്കും ക്ഷീണം കാരണം അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകും. തല കറങ്ങുന്നത് പോലെ തോന്നും. പക്ഷെ എപ്പോഴൊക്കെ ഉറക്കം അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെ ആ ഭയാനകമായ മഴക്കാല രാത്രി അവളുടെ ഓർമ്മകളിലേക്ക് മിന്നൽ പിണർ പോലെ കടന്നു വരും. പ്രതാപൻ തന്നെ മുടിക്കു കുത്തി വലിക്കുന്നതും ആ ഇരുമ്പ് ഗേറ്റ് വലിച്ചടയ്ക്കുന്നതും ഇറങ്ങിപ്പോടി എന്നുള്ള ആ അലർച്ചയും അവളുടെ കാതുകളിൽ മുഴങ്ങും. അതോടെ അവളുടെ സകല ക്ഷീണവും പമ്പ കടക്കും. ഉറക്കം വരാതിരിക്കാൻ മുഖത്ത് തണുത്ത വെള്ളം കുടഞ്ഞ് അവൾ വീണ്ടും ആ അക്ഷരങ്ങളിലേക്ക് മുഖം പൂഴ്ത്തും. ലോകം മുഴുവൻ ഇരുട്ടിൽ ലയിച്ചുറങ്ങുമ്പോൾ കുട്ടനാട്ടിലെ ആ കൊച്ചു വീട്ടിലിരുന്ന് അപമാനിക്കപ്പെട്ട ഒരമ്മ
തന്റെയും മകന്റെയും തലവര തിരുത്തി എഴുതുകയായിരുന്നു. വാശിയേറിയ ഒരുവളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പരാജയപ്പെടാൻ യാതൊന്നിനും കഴിയില്ലെന്ന് ഭദ്ര കാലത്തോട് വിളിച്ചു പറയുകയായിരുന്നു. കാലചക്രം അതിന്റെ അശ്വങ്ങളെ അതിവേഗം പായിച്ചുകൊണ്ടിരുന്നു. കുട്ടനാട്ടിലെ ആ കൊച്ചു വീട്ടിൽ ഭദ്ര തന്റെ കണ്ണുനീരിനെ കാര്യരുമ്പാക്കി മാറ്റാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. അവളുടെ പകലുകൾ വിയർപ്പിലും രാത്രികൾ ചിതലെടുത്ത പുസ്തകത്താളുകളിലുമായി ഒതുങ്ങിയപ്പോൾ കൊച്ചി നഗരത്തിലെ ആഡംബരങ്ങളുടെ നടുവിൽ പ്രതാപന്റെ ജീവിതം തികച്ചും മറ്റൊരു ദിശയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. പൂർണ്ണ ഗർഭിണിയായ സ്വന്തം ഭാര്യയെ പെരുമഴയത്ത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഭയാനകമായ രാത്രിക്ക് ശേഷം പ്രതാപന്റെ മനസാക്ഷിയിൽ യാതൊരുവിധ കുറ്റബോധവും തോന്നിയിരുന്നില്ല. മറിച്ച് തനിക്ക് വേണ്ടാത്ത ഒരു വിലയുമില്ലാത്ത ആ ഒരു വലിയ ഭാരത്തെ ശാശ്വതമായി ഒഴിവാക്കിയെന്ന ആശ്വാസമായിരുന്നു ആ നീചനായ മനുഷ്യന് ഉണ്ടായിരുന്നത്. കാലം അവനെ ശിക്ഷിക്കുന്നതിന് പകരം അവന്റെ അഹങ്കാരത്തിന് കൂടുതൽ വളം വെച്ചു കൊടുക്കുകയാണെന്ന് തോന്നിപ്പിച്ചു. വളരെ വേഗം തന്നെ പ്രതാപൻ എറണാകുളം റൂറൽ SP ആയി ഉദ്യോഗ കയറ്റം നേടി. കാക്കി യൂണിഫോമിന്റെ തോളിലെ ആ അശോക സ്തംഭവും നക്ഷത്രങ്ങളും അയാളുടെ ഗർവിനെ 100 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. തന്റെ പദവി ജനങ്ങളെ സേവിക്കാനും അവർക്ക് കാവലാകാനുമുള്ളതാണെന്ന് അയാൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. പകരം മറ്റുള്ളവരെ അടിച്ചമർത്താനും പണം സമ്പാദിക്കാനുമുള്ള ഒരു ലൈസൻസ് മാത്രമായാണ് അയാൾ ആ ഉന്നത പദവിയെ കണ്ടത്. അധികാരത്തിന്റെ ഉന്നതിയിലെത്തിയ പ്രതാപൻ നീതിപീഠത്തെ നോക്കുകുത്തിയാക്കി മാറ്റി. നിയമം സംരക്ഷിക്കേണ്ട ആ കൈകൾ കൊണ്ട് അയാൾ സകലവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നു. എറണാകുളത്തെ വൻകിട സ്വർണ്ണക്കടത്ത് മാഫിയയുടെയും കള്ളപ്പണക്കാരുടെയും ഭൂമാഫിയയുടെയും ഏറ്റവും വലിയ സംരക്ഷകനായി SP പ്രതാപൻ മാറി. പാവപ്പെട്ട സാധാരണക്കാർ എന്തെങ്കിലും പരാതിയുമായി അയാളുടെ മുന്നിൽ വന്നാൽ അവരെ മൃഗീയമായി മർദ്ദിച്ചോടിക്കുന്നത് അയാൾക്കൊരു ഹരമായിരുന്നു. നീതി തേടി വരുന്നവരുടെ കണ്ണുനീരിന് പ്രതാപന്റെ മുന്നിൽ യാതൊരു വിലയുമില്ലായിരുന്നു. പണമുള്ളവന്റെയും സ്വാധീനമുള്ളവന്റെയും മുന്നിൽ അയാൾ നട്ടല് വളച്ചു നിന്നു. ഇല്ലാത്തവന്റെ നെഞ്ചിൽ അയാൾ ബൂട്ടിട്ട് ചവിട്ടി. പോലീസിലെ അയാളുടെ ക്രൂരതകളെ കുറിച്ച് പല ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നെങ്കിലും അയാളുടെ ഉന്നത സ്വാധീനവും ഭീഷണിയും ഭയന്ന് ആരും ശബ്ദിച്ചില്ല. ഇതിനിടയിൽ പ്രതാപന്റെ അമ്മ വിശാലാക്ഷിയുടെ പണത്തോടുള്ള ആർത്തി മറ്റൊരു തലത്തിലേക്ക് വളർന്നിരുന്നു. ഭദ്രയെ പടിയിറക്കി മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ പ്രതാപന് മറ്റൊരു വിവാഹം നടത്തി കൊടുത്തു. ദുബായിലെ ഒരു വൻകിട കോടീശ്വരന്റെ ഒരേ ഒരു മകളെയാണ് ഇത്തവണ അവർ മരുമകളായി കണ്ടെത്തിയത്. വിശാലാക്ഷി ആഗ്രഹിച്ചതിനേക്കാൾ വലിയ സ്ത്രീധനമാണ് ആ കല്യാണത്തിന് അവർക്ക് ലഭിച്ചത്. കിലോ കണക്കിന് സ്വർണം, ആഡംബര വിദേശ കാറുകൾ, ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ. എറണാകുളത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലത്ത് അവർ പുതിയൊരു കൊട്ടാരം പോലത്തെ വീട് പണിതുയർത്തി. പുതിയ ഭാര്യ വന്നതോടെ പ്രതാപന്റെ ജീവിതം ആഡംബരത്തിന്റെ കൊടുമുടിയിലായി. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഉല്ലാസയാത്രകളും രാത്രികാലങ്ങളിലെ വലിയ മദ്യസൽക്കാരങ്ങളുമായി അയാൾ മതിമറന്ന് ജീവിച്ചു. പുതിയ ഭാര്യയും വിശാലാക്ഷിയും പണത്തിന്റെ അഹങ്കാരത്തിൽ പാവപ്പെട്ടവരെ പുച്ഛിച്ചു തള്ളി. ഭദ്രയെക്കുറിച്ചോ ഭദ്രയുടെ വയറ്റിലുള്ള സ്വന്തം ചോരയെക്കുറിച്ചോ പ്രതാപൻ ഇക്കാലയളവിൽ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അവൾ എവിടെയാണെന്നോ അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ അയാൾ അന്വേഷിച്ചില്ല. ആ ഭിക്ഷക്കാരി വല്ല അനാഥാലയത്തിലും കിടന്ന് ചത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ വല്ലവരുടെയും വീട്ടിൽ എച്ചിലെടുക്കാൻ നിൽക്കുന്നുണ്ടാകും എന്ന് വിശാലാക്ഷി പലപ്പോഴും പരിഹാസത്തോടെ പറയുമായിരുന്നു. പ്രതാപനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീധനമായി കിട്ടുന്ന പണവും സ്വർണവുമാണ് ഒരാളുടെ മൂല്യം നിശ്ചയിക്കുന്നത് എന്ന വികലമായ ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. ഭദ്ര എന്നത് അയാളുടെ ജീവിതത്തിൽ അടഞ്ഞ യാതൊരു വിലയുമില്ലാത്ത ഒരു പഴയ അധ്യായം മാത്രമായിരുന്നു. തന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്ന സത്യം പോലും അയാൾ അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചതുമില്ല. തനിക്ക് മുകളിൽ പറക്കാൻ കേരള പോലീസിലോ ഭരണത്തിലോ ആരുമില്ല എന്ന് അയാൾ അഹങ്കരിച്ചു. ഞാനാണ് ഇവിടത്തെ നിയമം, എന്റെ തീരുമാനത്തിന് മുകളിൽ ഒരു കോടതിയും വരില്ല എന്ന് അയാൾ തന്റെ കീഴുദ്യോഗസ്ഥരോട് എപ്പോഴും ഗർവിഷ്ഠമായി പറയുമായിരുന്നു. കൊച്ചി നഗരത്തിലെ ആർക്കും തൊടാൻ കഴിയാത്ത ഒരു വലിയ വടവൃക്ഷമായി പ്രതാപൻ വളർന്നു പന്തലിച്ചു. എന്നാൽ കൊച്ചിയിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് പ്രതാപൻ അഹങ്കാരത്തിൽ പൊട്ടിച്ചിരിക്കുമ്പോൾ അയാൾക്കറിയില്ലായിരുന്നു കിലോമീറ്ററുകൾക്കപ്പുറം കുട്ടനാട്ടിലെ ഒരു ഇരുണ്ട മുറിയിൽ അയാൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ആ പഴയ പെൺകുട്ടി തന്റെ കണ്ണീരും വിയർപ്പും കൊണ്ട് അയാളുടെ പതനത്തിനായുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണെന്ന്. കൊച്ചിയിൽ അഴിമതിയുടെയും ഗർവിന്റെയും കോട്ടകൾ കെട്ടിപ്പൊക്കുമ്പോൾ കുട്ടനാട്ടിലെ ആ കൊച്ചു വീട്ടിൽ ഒരു വലിയ വിപ്ലവം നിശബ്ദമായി രൂപം കൊള്ളുകയായിരുന്നു. ആദിത്യനിപ്പോൾ 5 വയസ്സായി. അമ്മയുടെ വിയർപ്പും കണ്ണീരും കണ്ടാണ് അവൻ വളർന്നത്. പകൽ മുഴുവൻ തയ്യൽ മെഷീന്റെ മുന്നിലിരുന്ന് നടുവോടിയുന്ന, കയർ പിരിച്ച് കൈകളിൽ ചോര പൊടിയുന്ന അമ്മ, രാത്രികളിൽ ഉറക്കമൊഴിച്ച് വലിയ പുസ്തകങ്ങൾ വായിക്കുന്ന അമ്മ. എന്തിനാണ് തന്റെ അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ആ പിഞ്ചു മനസ്സിന് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അവളുടെ കണ്ണുകളിലെ ആ വലിയ സ്വപ്നവും അടങ്ങാത്ത വാശിയും അവരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പലപ്പോഴും രാത്രികളിൽ ഉറക്കമുണരുമ്പോൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പുസ്തകം വായിക്കുന്ന അമ്മയുടെ മടിയിൽ അവൻ തലവെച്ചുറങ്ങി. ആ അമ്മയുടെയും മകന്റെയും ലോകം അവർ രണ്ടുപേരും മാത്രമായിരുന്നു. ഭദ്രയുടെ കഠിനാധ്വാനം വെറുതെയായില്ല. അവൾ കാത്തിരുന്ന ആ വലിയ ദിവസം വന്നെത്തി. സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യ കടമ്പയായ UPSC പ്രിലിമിനറി പരീക്ഷ അവൾ മികച്ച രീതിയിൽ പാസ്സായി. ആ വാർത്ത സാവിത്രി ടീച്ചറോട് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ലക്ഷങ്ങൾ മുടക്കി വലിയ നഗരങ്ങളിൽ AC ക്ലാസ് മുറികളിൽ ഇരുന്ന് കോച്ചിങ് പോകുന്ന കുട്ടികൾക്കിടയിലാണ്
കുട്ടനാട്ടിലെ ഒരു കൊച്ചുമുറിയിൽ ഇരുന്ന് പഴയ പുസ്തകങ്ങൾ വായിച്ച് അവൾ ആ വിജയം നേടിയത്. അത് അവൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പട്ടിണിയും പരിവട്ടവും സഹിച്ച് അവൾ നടത്തിയ തപസ്സിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. സാവിത്രി ടീച്ചർ ഭദ്രയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. ആ അധ്യാപികയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. ഓരോ കടമ്പകൾ കടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെയും തന്റെ കുഞ്ഞിനെയും പെരുമഴയത്ത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ആ കാക്കി യൂണിഫോമിന്റെ അഹങ്കാരത്തെ എന്നേക്കുമായി തകർക്കണം. അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ വാശിക്ക് മുന്നിൽ പരാജയപ്പെടാൻ ഈ ലോകത്ത് യാതൊന്നിനും കഴിയില്ലെന്ന് ഭദ്ര തെളിയിക്കാൻ തുടങ്ങിയിരുന്നു. കൊച്ചിയിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലുള്ള പ്രതാപനെ കാത്തിരുന്നത് ഒരു സാധാരണക്കാരിയല്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ടിടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു കൊടുങ്കാറ്റാണെന്ന് കാലം അണിയറയിൽ എഴുതി തയ്യാറാക്കുകയായിരുന്നു. തീപ്പൊരിയിൽ നിന്നും ഒരു കാട്ടുതീയായി അവൾ മാറുന്ന ആ വലിയ ദിവസത്തിനായി പ്രകൃതി പോലും കാത്തിരുന്നു. പ്രിലിമിനറി പരീക്ഷയുടെ ഉജ്ജ്വലമായ വിജയത്തിന് ശേഷം ഭദ്രയുടെ പോരാട്ടം കൂടുതൽ കഠിനമാവുകയായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളും വിശപ്പറിയാത്ത പകലുകളും അവൾ തന്റെ ലക്ഷ്യത്തിനായി ഹോമിച്ചു. അചഞ്ചലമായ ഇച്ഛാശക്തിയുടെ ചിറകിലേറി അവൾ സിവിൽ സർവീസ് മെയിൻ പരീക്ഷയും അനായാസം മറികടന്നു. ഒടുവിൽ ഇന്റർവ്യൂവിനായി ഡൽഹിയിലെ UPSC ഭവനിലേക്ക് ഹാജരാകാനുള്ള അറിയിപ്പ് ഭദ്രയെ തേടിയെത്തി. ജീവിതത്തിൽ ആദ്യമായാണ് അവൾ ഡൽഹി എന്ന മഹാനഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. തീവണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് ആ നീണ്ട യാത്രയിലുടനീളം അവൾ തന്റെ പഴയ കുറിപ്പുകൾ മറിച്ചു നോക്കുകയായിരുന്നു. അവൾക്ക് കരുത്തായി സാവിത്രി ടീച്ചറും ആദിത്യനും ഒപ്പമുണ്ടായിരുന്നു. ഡൽഹിയിലെ ആ ബൃഹത്തായ കെട്ടിടത്തിന്റെ പടികൾ കയറുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. വില കൂടിയ സ്യൂട്ടുകളും പട്ടുസാരികളും ധരിച്ച് ഉന്നത കുടുംബങ്ങളിൽ നിന്നെത്തിയ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഭദ്ര തികച്ചും വേറിട്ടു നിന്നു. പഴയതെങ്കിലും വളരെ വൃത്തിയുള്ള ലളിതമായ ഒരു കോട്ടൺ സാരിയായിരുന്നു അവളുടെ വേഷം. 5 മുതിർന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ അവൾ സധൈര്യം നടന്നു കയറി. ആ പാനൽ അവളുടെ ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗർഭിണിയായിരിക്കെ ഭർത്താവിനാൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരുവളാണ് താനെന്ന സത്യം അവൾ മറച്ചുവെച്ചില്ല. എന്നാൽ അവൾ ഒരിക്കലും അവരുടെ സഹതാപം പിടിച്ചു പറ്റാനല്ല ശ്രമിച്ചത്. മറിച്ച് പട്ടിണിയും അവഗണനയും നിറഞ്ഞ ആ തീക്ഷ്ണമായ അനുഭവങ്ങൾ രാജ്യത്തെ സാധാരണക്കാരുടെ വേദനകൾ ഉൾക്കൊള്ളാനും അവർക്ക് നീതി ഉറപ്പാക്കാനും തന്നെ എങ്ങനെ പ്രാപ്തയാക്കി എന്ന് വ്യക്തതയോടെ അവൾ വിശദീകരിച്ചു. ഭയത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ യഥാർത്ഥ ഭരണാധികാരിയുടെ തീപ്പൊരി കണ്ട് പാനൽ അംഗങ്ങൾ പോലും അത്ഭുതപ്പെട്ടുപോയി. മാസങ്ങൾക്ക് ശേഷം ആ സുദിനം വന്നെത്തി. ഇന്ത്യയുടെ സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന ആ വലിയ ദിവസം. കുട്ടനാട്ടിലെ ആ പഴയ വീടിന്റെ വരാന്തയിൽ അയൽവാസിയോട് കടം വാങ്ങിയ ഒരു ചെറിയ സ്മാർട്ട് ഫോണിൽ വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ PDF ഫയൽ തുറന്നു. സാവിത്രി ടീച്ചർ കണ്ണുകളടച്ച് കൈകൂപ്പി ഈശ്വരനോട് പ്രാർത്ഥിച്ചു നിന്നു. ആദിത്യൻ അവളുടെ സാരിത്തുമ്പിൽ മുറുകെ പിടിച്ചു നിൽപ്പായിരുന്നു. ഉയർന്ന റാങ്കുകാരുടെ ലിസ്റ്റിൽ അവൾ തന്റെ പേര് തിരഞ്ഞു. പെട്ടെന്ന് അവളുടെ ശ്വാസം നിലച്ചുപോയി. ലിസ്റ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായി അഖിലേന്ത്യാ തലത്തിൽ ഉന്നത റാങ്കോടെ ആ പേര് സ്വർണ്ണാക്ഷരങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു. ഭദ്ര R. അവളുടെ കൈകളിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. ഇരു കൈകളും കൊണ്ട് മുഖം പൊത്തി അവൾ ഉറക്കെ കരഞ്ഞുപോയി. അതൊരു പൊട്ടിത്തെറിയായിരുന്നു. വർഷങ്ങളായി താൻ അനുഭവിച്ച നിന്ദകൾക്കും വേദനകൾക്കും പട്ടിണിക്കും കാലം നൽകിയ വലിയ മറുപടി. അവൾ താഴെയിരുന്ന് ആദിത്യനെ ഇറുകെ പുണർന്നു. അമ്മേ, എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ച് ആ പിഞ്ചു കുഞ്ഞ് അവളുടെ കണ്ണുനീർ തുളച്ചു കൊടുത്തു. ഇത് സന്തോഷം കൊണ്ടാണ് മോനെ, അമ്മ ജയിച്ചു, നമ്മൾ ജയിച്ചു എന്ന് വിതുമ്പിക്കൊണ്ട് അവൾ അവനെ ഉമ്മകൾ കൊണ്ട് മൂടി. സാവിത്രി ടീച്ചർ ഭദ്രയുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ഗദ്ഗത കണ്ടയായി പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഭദ്ര, നീ ഈ ലോകം കീഴടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അധികം വൈകാതെ ഭദ്ര തന്റെ പരിശീലനത്തിനായി ഉത്തരാഖണ്ഡിലെ മഞ്ഞുമൂടിയ മലനിരകളിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലേക്ക് യാത്രയായി. ആദിത്യനെയും അവൾ കൂടെ കൂട്ടിയിരുന്നു. കഠിനമായ ആ പരിശീലന കാലയളവ് ഭദ്രയെ പൂർണ്ണമായും ഉടച്ചു വാർത്തു. കുതിരസവാരിയും ആയുധ പരിശീലനവും നിയമപാഠങ്ങളും അവളെ തികഞ്ഞൊരു ഇരുമ്പു വനിതയാക്കി മാറ്റി. അവിടെ വെച്ച് അവൾ തന്റെ പഴയ ഭയങ്ങളെയെല്ലാം പടിയടച്ച് പിണ്ടം വെച്ചു. പരിശീലനം പൂർത്തിയായപ്പോൾ പ്രകൃതിയുടെ കാവ്യനീതി പോലെ ഭദ്രയ്ക്ക് സ്വന്തം സംസ്ഥാനമായ കേരളം തന്നെ കേഡറായി ലഭിച്ചു. ഭയം നിറഞ്ഞ വിലയില്ലാത്ത ഒരു വസ്തുവിനെ പോലെ ഏതു മണ്ണിലാണോ അവൾ വലിച്ചെറിയപ്പെട്ടത്, അതേ മണ്ണിലേക്ക് ഏറ്റവും വലിയ അധികാരത്തിന്റെ ചെങ്കോലേന്തി അവൾ തിരികെ വരികയായിരുന്നു. ഭദ്ര എന്ന പഴയ പാവം പെൺകുട്ടി അവിടെ അവസാനിച്ചിരുന്നു. അവിടെ ജനിച്ചത് അനീതിക്കെതിരെ പോരാടാൻ ഉറച്ച സ്വന്തം കാലിൽ നിൽക്കുന്ന ശക്തയായ ഒരു IAS ഓഫീസർ ആയിരുന്നു. 9 വർഷങ്ങൾക്കു ശേഷം ആ ദിവസം വന്നെത്തി. മഴ തോർന്ന് പ്രസന്നമായ ഒരു പ്രഭാതം. കൊച്ചി നഗരത്തിലേക്ക് ഒരു വലിയ ഔദ്യോഗിക വാഹന വ്യൂഹം കടന്നു വരികയാണ്. മുന്നിലും പിന്നിലും ചുവപ്പും നീലയും ലൈറ്റുകൾ മിന്നിച്ച് സൈറൺ മുഴക്കി പൈലറ്റ് പോലീസ് ജീപ്പുകൾ. അവയ്ക്ക് നടുവിലായി ഗവൺമെന്റ് ബോർഡ് വെച്ച് മുൻവശത്ത് ദേശീയ പതാക പാറിപ്പറക്കുന്ന ഒരു വെള്ള ഇന്നോവ കാർ. ആ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നത് വേറെ ആരുമായിരുന്നില്ല, എറണാകുളം ജില്ലയുടെ മുഴുവൻ അധികാരവും കയ്യിലുള്ള പുതിയ ഭരണാധികാരി, ജില്ലാ കളക്ടർ ആൻഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഭദ്ര IAS. കാറിന്റെ വിൻഡോ ഗ്ലാസിലൂടെ കൊച്ചിയിലെ തിരക്കേറിയ നഗരവീഥികളിലേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സിലൂടെ പഴയൊരു ഇടവപ്പാതിയുടെ കറുത്ത ഓർമ്മകൾ മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി.
9 വർഷങ്ങൾക്ക് മുൻപ് ഇതേ നഗരത്തിലെ റോഡിലൂടെ പാതിരാത്രിയിൽ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയുമായി ഗർഭിണിയായ താൻ ഭയന്ന് വിറച്ച് കരഞ്ഞു നടന്നത് അവൾ ഓർത്തു. അന്ന് കാക്കി യൂണിഫോം ഇട്ട ഒരു പോലീസുകാരന്റെ അഹങ്കാരത്തിന് മുന്നിൽ അവൾക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് അതേ കാക്കി യൂണിഫോമുകൾ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. അവൾക്ക് ആദരവോടെ സല്യൂട്ട് അടിക്കുന്നു. കാലത്തിന്റെ കരുനീക്കങ്ങൾ എത്ര വിചിത്രമാണെന്ന് അവൾ അത്ഭുതപ്പെട്ടു. തന്റെ പഴയ കണ്ണീർ വീണ ആ മണ്ണിലേക്ക് താൻ മടങ്ങിയെത്തിയത് തോറ്റുകൊടുക്കാനല്ല, മറിച്ച് വിജയിക്കാനാണെന്ന് അവൾ പ്രകൃതിയോട് വിളിച്ചു പറഞ്ഞു. അവളുടെ തൊട്ടരികിൽ ആദിത്യൻ ഇരിപ്പുണ്ടായിരുന്നു. അവനിപ്പോൾ 9 വയസ്സായി. പുറത്തെ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും വാഹനത്തിരക്കും കണ്ട് അത്ഭുതത്തോടെ അവൻ ചോദിച്ചു, അമ്മേ, ഇതാണോ കൊച്ചി? ഇത്ര വലിയ നഗരമാണോ ഇത്? അവന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിനു മുന്നിൽ അവൾ വാത്സല്യത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു, അതേ മോനെ, ഇവിടെ നിന്നാണ് നമ്മൾ പണ്ടിറങ്ങി തിരിച്ചത്. നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിന്റെ അമ്മ ഏറ്റവും കൂടുതൽ വേദനിച്ചതും അപമാനിക്കപ്പെട്ടതും ഈ നഗരത്തിൽ വെച്ചാണ്. എന്നാൽ ഇന്ന് നമ്മൾ തിരികെ വന്നിരിക്കുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് കാവലാകാനാണ്. കളക്ടറുടെ ഔദ്യോഗിക വസതിയായ ക്യാമ്പ് ഹൗസിലേക്ക് ആ വാഹനം കയറി ചെന്നു. വലിയ സ്വീകരണങ്ങളോ പൂച്ചെണ്ടുകളോ ഭദ്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ആർഭാടങ്ങളെല്ലാം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു കോട്ടൺ സാരി എടുത്ത് നെറ്റിയിൽ ഒരു ചെറിയ പൊട്ടു തൊട്ട് തികച്ചും സാധാരണക്കാരിയായ ഒരു സ്ത്രീയായാണ് അവൾ വാഹനത്തിൽ നിന്നിറങ്ങിയത്. എന്നാൽ അവളുടെ മുഖത്ത് ശാന്തതയ്ക്ക് പിന്നിൽ ഒരു ഭരണാധികാരിയുടെ വലിയൊരു കരുത്തുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ അവൾ കാക്കനാടുള്ള കളക്ടറേറ്റിൽ ഔദ്യോഗികമായി ചുമതലയേറ്റു. ആ വലിയ AC മുറിയിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കസേരയിൽ വന്നിരുന്ന ഭദ്ര തന്റെ മുന്നിലിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിലേക്കും അശോകസ്തംഭത്തിലേക്കും അഭിമാനത്തോടെ നോക്കി. കുട്ടനാട്ടിലെ ആ കൊതുകുകടിയേറ്റ രാത്രികളുടെയും തയ്യൽ മെഷീനിൽ കുരുങ്ങി ചോരപൊടിഞ്ഞ വിരലുകളുടെയും പട്ടിണി കിടന്ന പകലുകളുടെയും പ്രതിഫലമാണ് ഈ സിംഹാസനം. തന്നെയും തന്റെ കുഞ്ഞിനെയും ചവറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ പ്രതാപനും അയാളുടെ അഹങ്കാരത്തിനും താൻ നൽകാൻ പോകുന്ന വലിയ മറുപടിയുടെ ആരംഭം മാത്രമായിരുന്നു അത്. കാലം അവൾക്കായി കാത്തുവെച്ച രംഗവേദി അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കർക്കശക്കാരിയായ അഴിമതി വെച്ച് പൊറിപ്പിക്കാത്ത ജില്ലാ കളക്ടറായി ഭദ്ര IAS ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊച്ചി നഗരത്തിൽ പേരെടുത്തു. അധികാരത്തിന്റെ ഉന്നത ശൃംഖത്തിൽ ഇരിക്കുമ്പോഴും അവൾ സാധാരണക്കാരുടെ കണ്ണുനീരിന് വില കൽപ്പിച്ചു. എന്നാൽ തന്റെ നിയോഗം എന്താണെന്ന് അവൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അധികാരമേറ്റ ഉടനെ തന്നെ അവൾ തന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ വിളിച്ച് അതീവ രഹസ്യമായി ഒരു നിർദ്ദേശം നൽകി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഇന്റേണൽ വിജിലൻസ് ഫയലുകൾ, പ്രത്യേകിച്ച് എറണാകുളം റൂറൽ SP പ്രതാപന്റെ അധികാര പരിധിയിൽ വരുന്ന ഭൂമി ഇടപാടുകൾ, സ്വർണ്ണക്കടത്ത് കേസുകൾ, പാവപ്പെട്ടവർക്ക് നേരെയുള്ള പോലീസ് അതിക്രമങ്ങൾ എന്നിവയുടെ മുഴുവൻ റിപ്പോർട്ടുകളും തന്റെ മേശപ്പുറത്ത് എത്തിക്കാൻ അവൾ ആവശ്യപ്പെട്ടു. മറ്റ് ജീവനക്കാർ പോയതിനു ശേഷവും രാത്രി വളരെ വൈകിയും ആ AC മുറിയിലിരുന്ന് ഭദ്ര ഓരോ ഫയലുകളും അരിച്ചു പെറുക്കി. ഓരോ താൾ മറിക്കുമ്പോഴും പ്രതാപന്റെ കൊടിയ അഴിമതിയുടെയും സാധാരണക്കാരോട് അയാൾ കാണിച്ച കാടത്തത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവളുടെ മുന്നിൽ തുറന്നു വരികയായിരുന്നു. ആ പഴയ പ്രതികാരത്തിന്റെ കനൽ ഇപ്പോൾ എറണാകുളത്തെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന വലിയൊരു കാട്ടുതീയായി മാറിയിരുന്നു. അയാളുടെ സാമ്രാജ്യം പൂർണ്ണമായും വേരോടെ പിഴുതെറിയാൻ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ നിയമത്തിന്റെ പഴുതുകളില്ലാത്ത വല വിരിക്കാൻ അവൾ തുടങ്ങി. ഭദ്രയുടെ നിശബ്ദമായ കരുനീക്കങ്ങൾ കൃത്യമായ ലക്ഷ്യത്തിൽ കൊണ്ടു. ശേഖരിച്ച നിർണായക തെളിവുകൾ സഹിതം അവൾ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് റിപ്പോർട്ട് അയച്ചു. തെളിവുകൾ അത്രമേൽ വ്യക്തവും സുതാര്യവുമായിരുന്നതിനാൽ സർക്കാരിന് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കൊച്ചി നഗരത്തെ വിറപ്പിച്ചു നിർത്തിയിരുന്ന, തനിക്ക് മുകളിൽ ആരുമില്ലെന്ന് അഹങ്കരിച്ചിരുന്ന SP പ്രതാപനെ സർവീസിൽ നിന്ന് അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇടുത്തി പോലെ പുറത്തിറങ്ങി. കാക്കി യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വന്നത് അയാളുടെ അഹങ്കാരത്തിനേറ്റ അതികഠിനമായ പ്രഹരമായിരുന്നു. വീട്ടിൽ വിശാലാക്ഷിയും പുതിയ ഭാര്യയും പരിഭ്രാന്തരായി. എന്നാൽ പ്രതാപൻ അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഇതൊക്കെ പോലീസിൽ സാധാരണമാണ്. പുതിയതായി വന്ന കളക്ടർ കാരണമാണ് ഈ സസ്പെൻഷൻ. ആ കളക്ടറെ നേരിൽ കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. പണത്തിനോ സ്വാധീനത്തിനോ വീഴാത്ത ഉദ്യോഗസ്ഥർ ആരുമില്ല. പുതിയ കളക്ടർ ആരാണെന്നോ അവരുടെ ചരിത്രം എന്താണെന്നോ അന്വേഷിക്കാൻ പോലും അയാളുടെ ഗർവ് അയാളെ അനുവദിച്ചില്ല. തന്റെ മുന്നിൽ എല്ലാവരുടെയും മുട്ടുമടക്കും എന്ന മിഥ്യാബോധം അയാളെ അപ്പോഴും നയിച്ചിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. തന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള അപേക്ഷയുമായി പ്രതാപൻ കാക്കനാടുള്ള എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ തിരിച്ചു. കാക്കി യൂണിഫോമില്ലെങ്കിലും വില കൂടിയ ഒരു കോട്ടും സ്യൂട്ടും ധരിച്ച് പഴയ അതേ അധികാര ഗർവോടെയാണ് അയാൾ കളക്ടറേറ്റിലെ പടികൾ കയറിയത്. എന്നാൽ കളക്ടറുടെ ക്യാബിനിലേക്ക് നേരിട്ട് കയറാൻ ശ്രമിച്ച അയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്തി. സാറേ, ഇത് പഴയ കാലമല്ല. അവിടെ എല്ലാവരും തുല്യരാണ്. സാറിന്റെ ഊഴം വരുന്നത് വരെ പുറത്ത് കാത്തു നിൽക്കണം. ആ വാക്കുകൾ പ്രതാപനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഒരു കാലത്ത് തനിക്ക് മുന്നിൽ സല്യൂട്ട് അടിച്ചിരുന്നവർ ഇപ്പോൾ തന്നെ തടഞ്ഞു നിർത്തുന്നു. അപമാനഭാരം കൊണ്ട് അയാളുടെ മുഖം ചുവന്നു. എങ്കിലും ഗത്യന്തരമില്ലാതെ മറ്റു സാധാരണക്കാർക്കൊപ്പം അയാൾക്ക് മണിക്കൂറുകളോളം പുറത്തു കാത്തു നിൽക്കേണ്ടി വന്നു. ഒടുവിൽ ഊഴം വന്നപ്പോൾ പ്രതാപൻ തന്റെ ഫയലുകളുമായി കളക്ടറുടെ വിശാലമായ ക്യാബിനിലേക്ക് പ്രവേശിച്ചു.
മുറിക്കുള്ളിൽ എയർ കണ്ടീഷണറിന്റെ നല്ല തണുപ്പുണ്ടായിരുന്നുവെങ്കിലും പ്രതാപന് അകാരണമായ ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങി. മേശയ്ക്ക് പിന്നിലായി ഭദ്ര ഒരു വലിയ ഫയലിൽ എന്തോ എഴുതുന്ന തിരക്കിലായിരുന്നു. മുഖം കുനിഞ്ഞിരുന്നതിനാൽ പ്രതാപന് ആ ഉദ്യോഗസ്ഥയെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. തികച്ചും ലളിതമായ ഒരു സാരിയായിരുന്നു അവരുടെ വേഷം. പ്രതാപൻ തന്റെ പഴയ പോലീസുകാരന്റെ പരുക്കൻ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ പ്രതാപൻ. മുൻ എറണാകുളം റൂറൽ SP എന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകാനും മാഡത്തിന്റെ സഹായം തേടിയുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ ശബ്ദത്തിൽ അപ്പോഴും പഴയ അഹങ്കാരത്തിന്റെ നിഴലുണ്ടായിരുന്നു. എന്നാൽ തലയുയർത്താതെ തന്നെ വളരെ ശാന്തവും എന്നാൽ കണിശവുമായ ശബ്ദത്തിൽ കളക്ടർ പറഞ്ഞു, മിസ്റ്റർ പ്രതാപൻ, നിങ്ങളുടെ ഫയലുകൾ ഞാൻ നേരത്തെ തന്നെ വിശദമായി പഠിച്ചതാണ്. അധികാരമുണ്ട് എന്നതുകൊണ്ട് സാധാരണക്കാരെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് ആരും ലൈസൻസ് തന്നിട്ടില്ല. ആ ശബ്ദം കേട്ടപ്പോൾ പ്രതാപന് എവിടെയോ ഒരു പരിചിതത്വം തോന്നി. അയാളുടെ നെഞ്ചെടുപ്പ് പതുക്കെ കൂടാൻ തുടങ്ങി. പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥ തന്റെ കയ്യിലുണ്ടായിരുന്ന പേന താഴെ വെച്ച് കണ്ണട ഊരിമാറ്റി പതുക്കെ തലയുയർത്തി അയാളുടെ മുഖത്തേക്ക് നേരിട്ട് നോക്കി. ആ ഒരൊറ്റ നിമിഷം പ്രതാപന്റെ ലോകം സ്തംഭിച്ചു പോയി. അയാളുടെ തലച്ചോറിലൂടെ 1000 ഇടിമിന്നലുകൾ ഒന്നിച്ചു പാഞ്ഞു പോയത് പോലെ തോന്നി. അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ താഴെ മാർബിൾ തറയിലേക്ക് വീണു. തന്റെ മുന്നിൽ ഈ ജില്ലയുടെ മുഴുവൻ അധികാരവും കയ്യിലേന്തി തന്നെ വിചാരണ ചെയ്യാനിരിക്കുന്നത് മറ്റാരുമല്ല, 9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുണ്ട മഴക്കാല യാത്രയിൽ സ്വർണത്തിനും പണത്തിനും വേണ്ടി നിർദാക്ഷിണ്യം താൻ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ആ പഴയ ഗർഭിണിയായ പെൺകുട്ടി, തന്റെ ഭാര്യ ഭദ്ര. ഒരു പേപ്പട്ടിക്ക് തുല്യം താൻ നാട്ടിപ്പായിച്ചവൾ ഇന്നിവിടെ തന്റെ വിധി നിർണയിക്കുന്ന കളക്ടറായി മുന്നിലിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ അന്ന് കണ്ട ആ ഭയമോ കണ്ണീരോ ഇല്ലായിരുന്നു. പകരം തന്നെ ചുട്ടരിക്കാൻ പോന്ന അഗ്നിയായിരുന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ വിയർത്തു കുളിച്ച് തകർന്ന ശബ്ദത്തിൽ പ്രതാപൻ ചോദിച്ചുപോയി, ഭദ്ര, നീ ഇവിടെ എങ്ങനെ? നീ മരിച്ചുപോയെന്നല്ലേ എല്ലാവരും പറഞ്ഞത്? അയാളുടെ വാക്കുകൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് ആ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങി, മിസ്റ്റർ പ്രതാപൻ, ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ്. ഇവിടെ വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എന്നെ മാഡം എന്ന് അഭിസംബോധന ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആ ഒറ്റ വാക്കിൽ പ്രതാപന്റെ അതുവരെ ഉണ്ടായിരുന്ന സകല അഹങ്കാരവും തകർന്നടിഞ്ഞു. താൻ ചവിട്ടി മെതിച്ചവൾ ഇന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുമ്പോൾ താൻ വെറുമൊരു പുഴുവിനെ പോലെ അവൾക്ക് മുന്നിൽ ചുരുങ്ങുകയാണെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. അയാൾ പതിയെ മേശയ്ക്കരികിലേക്ക് നടന്ന് യാചിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, ഭദ്ര, എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. നമ്മുടെ കുഞ്ഞ് എവിടെയുണ്ട്? എനിക്കൊന്ന് കാണണം. നമുക്ക് പഴയതെല്ലാം മറക്കാം. ഈ സസ്പെൻഷൻ ഓർഡർ നീ ഒന്ന് മാറ്റി തന്നാൽ മതി. ഒരു ഭിക്ഷക്കാരനെ പോലെ അയാൾ കെഞ്ചി. എന്നാൽ ഭദ്രയുടെ മുഖത്ത് ഒരു പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ആ പെരുമഴയത്ത് എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെയെങ്കിലും ഓർത്ത് എന്നെ ഇറക്കി വിടരുതെന്ന് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കരഞ്ഞതാണ്. ഇന്ന് എനിക്ക് അധികാരവും പദവിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒത്തുതീർപ്പിന് വരുന്നത്. അവൾ മേശപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു ചുവന്ന ഫയൽ തുറന്ന് ഒരു കടലാസ് അയാളുടെ മുന്നിലേക്ക് വച്ചു. ഇത് നിങ്ങളുടെ സസ്പെൻഷൻ മാറ്റാനുള്ള ഉത്തരവല്ല, പോലീസ് സർവീസിൽ നിന്നുള്ള നിങ്ങളുടെ ഡിസ്മിസൽ ഓർഡറാണ്. അഴിമതി നടത്തുന്ന നിങ്ങൾക്ക് ഈ സർവീസിൽ തുടരാൻ അർഹതയില്ല. ഇനി മുതൽ നിങ്ങൾ വെറുമൊരു ക്രിമിനൽ മാത്രമാണ്. സർവവും നഷ്ടപ്പെട്ടവനായി അയാൾ ആ മുറിയിൽ നിന്നിറങ്ങി. എന്നാൽ ഭദ്രയുടെ പോരാട്ടം അവിടെ അവസാനിച്ചിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രൂരമായ ഗാർഹിക പീഡനത്തിനും വധശ്രമത്തിനും അവൾ നിയമപരമായി മുന്നോട്ടു പോയി. സാവിത്രി ടീച്ചറുടെയും സാക്ഷിമൊഴികളുടെയും പഴയ മെഡിക്കൽ രേഖകളുടെയും പിൻബലത്തിൽ പ്രതാപനും അമ്മ വിശാലാക്ഷിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. അധികാരം നഷ്ടപ്പെട്ടതോടെ അയാളുടെ ജീവിതം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. പോലീസ് വീട്ടിലെത്തി 2 പേരെയും അറസ്റ്റ് ചെയ്തു. വിലങ്ങണിഞ്ഞ് പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ പ്രതാപൻ പൊട്ടിക്കരയുകയായിരുന്നു. അധികാരവും പണവും നഷ്ടപ്പെട്ടതോടെ അയാളുടെ 2ാം ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോയി. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഇരുണ്ട അറയിലിരുന്ന് പ്രതാപനും വിശാലാക്ഷിയും തങ്ങളുടെ ചെയ്തികളെ തുടർന്ന് കണ്ണുനീർ വാർത്തു. സ്നേഹത്തെക്കാൾ വലുതല്ല കോടികളുടെ സ്ത്രീധനമെന്ന് അവർ വൈകി തിരിച്ചറിഞ്ഞു. അതേസമയം കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലെ ഇളം കാറ്റേറ്റ് തന്റെ ഔദ്യോഗിക വസതിയുടെ വിശാലമായ പുൽത്തകടിയിൽ ആദിത്യൻ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നത് ഭദ്ര നോക്കി നിന്നു. 9 വർഷത്തെ തന്റെ കണ്ണീരും വിയർപ്പും വെറുതെ ആയില്ല. അവൾ നേടിയത് വെറും ഒരു പ്രതികാരത്തിന്റെ വിജയമായിരുന്നില്ല, മറിച്ച് ഗാർഹിക പീഡനം അനുഭവിച്ച് തളർന്നു വീഴുന്ന ഈ നാട്ടിലെ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് സ്വന്തം ചിറകിലേറി ആകാശത്തോളം ഉയർന്നു പറക്കാൻ കഴിയുമെന്ന വലിയ സന്ദേശമായിരുന്നു. നീതിയുടെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും സമാനതകളില്ലാത്ത ഒരു ഇതിഹാസം രചിച്ചുകൊണ്ട് ഭദ്ര IAS തന്റെ ഔദ്യോഗിക ജീവിതം ശിരസുയർത്തി തന്നെ തുടരുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭദ്രയുടെ കണ്ണീരിന്റെയും അതിജീവനത്തിന്റെയും കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നാണല്ലോ പ്രമാണം. ഭദ്രയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ യാത്ര നമ്മോട് സംവദിക്കുന്ന സന്ദേശം വളരെ വലുതാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരാൽ അപമാനിക്കപ്പെട്ട്
ചവറുകൂനയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴോ അവിടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. കണ്ണീരിനെ ദൗർബല്യമാക്കാതെ നിശ്ചയദാർഢ്യത്തെയും കഠിനാധ്വാനത്തെയും ആയുധമാക്കുക. പണത്തിന്റെയും അധികാരത്തിന്റെയും കർവിൽ അന്ധരായവർക്ക് മുന്നിൽ വെറുമൊരു ഇരയായി ഒടുങ്ങാതെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ആകാശത്തോളം ഉയർന്നു വരുന്നതാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. കാലം കാത്തുവെക്കുന്ന ചില കാവ്യനീതികളുണ്ട്. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലിരുന്ന് ഇന്ന് നമ്മൾ ആരെയാണോ പുച്ഛിച്ചു തള്ളുന്നത്, നാളെ അവരുടെ കാൽ കീഴിൽ ഇരന്നു നിൽക്കേണ്ടി വരുന്ന മറ്റൊരു പ്രഭാതം പിറക്കാനുണ്ടെന്ന് പ്രതാപന്റെ പതനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ പെൺകുട്ടിക്കും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണമെന്നും സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടാൻ അചഞ്ചലമായ മനസ്സു മാത്രം മതിയെന്നും ഭദ്രയുടെ ഈ ജീവിത വിജയം അടിവരയിട്ടു പറയുന്നു. നിങ്ങളുടെ പിന്തുണയാണ് എന്റെ ഊർജം. പ്രിയമുള്ളവരെ, നെഞ്ചിൽ തിറക്കുന്ന ഈ അതിജീവനത്തിന്റെ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, ഭദ്രയുടെ പോരാട്ട വീര്യം നിങ്ങളുടെ സിരകളിൽ ആവേശമായി പടർന്നുവെങ്കിൽ, തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. ഭദ്രയുടെ ഇച്ഛാശക്തിയെക്കുറിച്ചും പ്രതാപന് പ്രകൃതി നൽകിയ അർഹിക്കുന്ന ശിക്ഷയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. നിങ്ങളുടെ ഓരോ വാക്കുകളും ഈ കഥയ്ക്ക് നൽകുന്ന ജീവൻ ചെറുതല്ല. ഈ കഥയിലെ ഏത് ഭാഗമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് ഞങ്ങളെ അറിയിക്കുക. ഈ കഥ കേവലം ഒരു വിനോദം മാത്രമല്ല, തോറ്റുപോയി എന്ന് കരുതുന്ന ഏവർക്കുമുള്ള ഒരു വലിയ പ്രചോദനം കൂടിയാണ്. അതിനാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ സന്ദേശം എത്തിക്കാനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹൃദയസ്പർശിയായ സാഹിത്യ സമ്പുഷ്ടമായ കഥകൾ തുടർന്നും കേൾക്കാൻ ആസ്വദിക്കാനും കിസലയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പങ്കുവെക്കുന്ന പുതിയ കഥകൾ അപ്പോൾ നിങ്ങളെ തേടിയെത്തും. മനോഹരമായ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹത്തോടെ നന്ദി.